എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 5-ാം ദിവസം. ഓം മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. ശ്ലോകം 5. ഹരിസ്ത്വാം ആരാധ്യ പ്രണത ജനസൗഭാഗ്യജനനീം പുരാ നാരീ ഭൂത്വാ പുരരിപുമപി ശോഭമനയത് സ്മരോപി ത്വാം നത്വാ രതിനയനലേഹ്യേന വപുഷാ മുനീനാമപ്യന്ത പ്രഭവതി ഹി മോഹായ മഹതാം. എന്നിട്ട് പറയാം. ഹരിസ്ത്വാം ആരാധ്യ പ്രണത ജന സൗഭാഗ്യ ജനനീം പുരാ നാരീ ഭൂത്വാ പുരരിപുമപി ശോഭമനയത് സ്മരോപി ത്വാം നത്വാം രതിനയനലേഹ്യേന വപുഷാ മുനീനാമപ്യന്ത പ്രഭവതി ഹി മോഹായ മഹതാം. അല്ലയോ മഹാദേവി, പണ്ട് ശ്രീ മഹാവിഷ്ണു ത്രികരണങ്ങളെ കൊണ്ട് നമസ്കരിക്കുന്ന, ത്രികരണങ്ങൾ എന്ന് വെച്ചാൽ മനസ്സ്, വാക്ക്, ശരീരം. മനസ്സ്, വാക്ക്, ശരീരം കൊണ്ട് തന്നെ നമസ്കരിക്കുന്ന ഭക്തജനങ്ങൾക്ക് സകല സൗഭാഗ്യത്തെയും ജനിപ്പിക്കുന്ന ചക്രരൂപിണിയും വിദ്യാരൂപിണിയുമായ നിൻതിരുവടി എന്ന് വെച്ചാൽ ദേവിയെ ഉപാസിച്ചതുകൊണ്ട് ത്വദൈക്യധ്യാന യോഗത്താൽ ത്വദ്രൂപനായി ഭവിച്ചിട്ട് മഹാജിതേന്ദ്രിയനായ ത്രിപുരാന്തകന് കൂടിയും മനോവികാരത്തെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് സകല സൗഭാഗ്യത്തെയും ജനിപ്പിക്കുന്നതാണ്. അങ്ങനെ ആ സകല സൗഭാഗ്യത്തെയും ജനിപ്പിക്കുന്ന ആ മഹാവിഷ്ണു ചക്രരൂപിണിയും വിദ്യാരൂപിണിയുമായ നിൻതിരുവടിയെ ഉപാസിച്ച്, ആ മഹാവിഷ്ണു ദേവിയെ ഉപാസിച്ചിട്ട്, എങ്ങനെയുള്ള ദേവിയാ? ചക്രരൂപിണിയും വിദ്യാരൂപിണിയുമായ നിൻതിരുവടി എന്ന് വെച്ചാൽ ദേവിയെ, മഹാദേവിയെ ഉപാസിച്ച് ത്വദൈക്യധ്യാന യോഗത്താൽ ത്വദ്രൂപനായി ഭവിച്ചിട്ട് മഹാജിതേന്ദ്രനായ ത്രിപുരാന്തകനും കൂടി മനോവികാരത്തെ ജനിപ്പിച്ചു. ഇവിടെ മഹാവിഷ്ണു മോഹിനി രൂപമെടുത്ത കാര്യമാണ് പറയുന്നത്. മോഹിനി രൂപത്തിൽ വന്ന ആ മഹാവിഷ്ണുവിനെ പരമേശ്വരൻ കണ്ടപ്പോഴും എന്തായി? തൻ്റെ മനസ്സിനെ ഇളക്കി മനോവികാരത്തെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ത്രികരണങ്ങൾ പണ്ട് സ്ത്രീരൂപമായിട്ട് ഭവിച്ചിട്ട് മഹാജിതേന്ദ്രിയനായ ത്രിപുരാന്തകനെ കൂടിയും മനോവികാരം പ്രാപിപ്പിച്ചു എന്ന് വെച്ചാൽ ആ സുന്ദരി, അത്രയ്ക്ക് സൗന്ദര്യമുള്ള ആളായിരുന്നു മോഹിനി. അപ്പോൾ അങ്ങനെ ആ മോഹിനി രൂപത്തിൽ വരാൻ മഹാവിഷ്ണുവിനെ അനുഗ്രഹം കൊടുത്ത മഹാവിഷ്ണു എന്തുകൊണ്ടാണ് മോഹിനിയായെന്ന് വെച്ചിട്ട്, അത്രയ്ക്കും സുന്ദരിയായ മോഹിനി രൂപം ആകാൻ കാരണം ദേവി തന്നെയാണ്. ദേവി ഉള്ളത് കൊണ്ടാണ്, ദേവിയുടെ ശക്തിയാണ് മഹാവിഷ്ണുവിനെ മോഹിനി രൂപത്തിലാക്കിയത്. അപ്പോൾ ആ മോഹിനി രൂപധാരിയായ മഹാവിഷ്ണുവിനെ കണ്ടിട്ട്, ആ സുന്ദരിയെ കണ്ടിട്ട് പരമശിവന് പോലും മനോവികാരത്തെ ജനിപ്പിച്ചു എന്ന് വെച്ചാൽ കൊതി തോന്നി. അപ്പം മഹാവിഷ്ണുവിൻ്റെ ആ സ്ത്രീ രൂപം, ആ സൗന്ദര്യമുള്ള അതിസുന്ദരിയായ മോഹിനിയെ കണ്ടിട്ട് പരമേശ്വരന് പോലും മനോവികാരത്തെ ജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അടുത്തത് അതുപോലെ തന്നെ കാമദേവൻ ദേവിയെ നമസ്കരിച്ചിട്ട് രതീദേവിയുടെ നയനങ്ങൾക്ക് മാത്രം വിഷയമായിരിക്കുന്ന ശരീരം കൊണ്ട്, അപ്പോൾ എന്താണ് രതീദേവി? കാമദേവൻ്റെ ഭാര്യയാണ് രതീദേവി. അപ്പോൾ രതീദേവി, ആ സൗന്ദര്യം രതീദേവിക്ക്, കാമദേവൻ ഇത്ര കാമദേവൻ്റെ സൗന്ദര്യവും രതീദേവിയുടെ സൗന്ദര്യവും ഒക്കെ ആര് കൊടുത്തതാണ്? കാമദേവന് പത്നിയായി വന്ന രതീദേവി, കാമദേവനെ മോഹിപ്പിക്കുന്ന രതീദേവി ആരുടെ ശക്തി കൊണ്ടാണ് രതീദേവിക്ക് ഇത്രയും സൗന്ദര്യം വന്നത്? ദേവിയുടെ ശക്തി കൊണ്ട്. അപ്പോൾ ഇവിടെ ദേവി ഏതൊക്കെ രൂപത്തിലാണ്? മഹാവിഷ്ണു മോഹിനി രൂപത്തിലും, ആ മോഹിനി രൂപം പരമേശ്വരനെ ഭ്രമിപ്പിച്ചു. അതുപോലെ തന്നെ പിന്നെ കാമദേവന് കാമദേവനെ നിന്തിരുവടിയെ നമസ്കരിച്ചിട്ട് രതീദേവിയുടെ നയനങ്ങൾക്ക് വിഷയമായിരിക്കുന്ന ശരീരം കൊണ്ട്
എന്ത് ചെയ്തു? മഹാത്മാക്കളായ മുനികളുടെ മനസ്സിലും മോഹത്തെ ജനിപ്പിച്ചു. അപ്പം കാമാസക്തി കാമദേവന് കൊടുത്തത് ദേവിയാണ്. അപ്പം കാമാസക്തി കാമദേവന് കൊടുത്തത് ആരുടെ? ദേവിയുടെ ദേവി കൊടുക്കുന്നതാണ് ആ കാമാസക്തി. കാമദേവന് കാമാസക്തി കൊടുക്കുന്നത് ദേവി തന്നെയാണ്. അപ്പം അങ്ങനെ ആ കാമാസക്തി കൊടുക്കുന്ന കാമാസക്തി മുനിമാരിൽ പോലും മോഹത്തെ ജനിപ്പിക്കുന്നു. നമുക്കറിയാം വിശ്വാമിത്ര മഹർഷിയൊക്കെ എന്താണ് ദേവസുന്ദരിമാരെ മുന്നിൽ വന്ന് ഡാൻസ് കളിച്ച് വിശ്വാമിത്ര മഹർഷിയെ പോലെ ഇളക്കാനുള്ള ആ കാമാസക്തി കൊടുക്കുന്നതും ദേവി തന്നെയാണ്. അപ്പം എല്ലാ സൗഭാഗ്യത്തെയും ദാനം ചെയ്യുന്നത് ദേവി തന്നെയാണ്. അപ്പം ഇവിടെ മഹാവിഷ്ണുവിന് മോഹിനി രൂപം എടുക്കാൻ ശക്തി കൊടുത്തത് ദേവിയാണ്. അതുപോലെ പരമേശ്വരനെ മോഹിപ്പിക്കുന്ന ആ മോഹിനി രൂപവും ദേവിയാണ് കൊടുക്കുന്നത്. ആ ശക്തി ദേവിയാണ് കൊടുത്തത്. അതായത് പരമേശ്വരന് എന്താണ് ആ കാമാസക്തി വന്നു എന്ന് വെച്ചാൽ മനോവികാരത്തെ ജനിപ്പിച്ചിരുന്ന കാമാസക്തി വന്നൊരു ആ സ്ത്രീ, ഇത്ര വലിയ സ്ത്രീ ആരാണ്? മനോവികാരത്തെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സിനെ ഇളക്കി. ആ മോഹിനി രൂപം കണ്ടിട്ട്, ആ മോഹിനിയുടെ അതിസൗന്ദര്യം കണ്ടിട്ട് പരമേശ്വരൻ്റെയും മനോവികാരം ഇളകി. അതുപോലെ കാമദേവന് കാമാസക്തി കൊടുത്ത് രതീദേവി എന്ന് പറയുന്നത്. രതീദേവി ആരാണ്? ആ രതീദേവിക്ക് സൗന്ദര്യം കൊടുക്കുന്നതും കാമദേവന് കാമാസക്തി കൊടുക്കുന്നതും ഒക്കെ ദേവി തന്നെയാണ്. ഇവിടെ പറഞ്ഞു അല്ലയോ മഹാദേവി, എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും, തൻ്റെ ഭക്തജനങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളെയും കൊടുക്കുന്നത് ദേവി തന്നെയാണ്. അപ്പോൾ ഈ ത്രിപുരസുന്ദരി എന്ന് പറയുന്നത് ദേവന്മാർക്ക് എല്ലാം എന്ത് കാര്യം ചെയ്യണമെങ്കിലും ശക്തി കൊടുക്കുന്ന ആ ത്രിപുരസുന്ദരി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരിസ്ത്വാമാരാധ്യ പ്രണതജനനീ സൗഭാഗ്യജനനീം പുരാ നാരീ ഭൂത്വ പുരരിപുമവിക്ഷോഭമനയത് സ്മരോപി ത്വാം നത്വാ രതിനയന ലേഖ്യേന വപുഷ മുനീനാം അപ്യന്ത പ്രഭവതീഹി മോഹായ മഹതാം. ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.